കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം ലോകത്തിൽ ഏറ്റവും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഭോഷത്വമായതാണ് തിരഞ്ഞെടുത്തത്. എന്തിനാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നത്? ഈ ഭൂമിയിൽ ജ്ഞാനികളേറെയുണ്ട്. അവർക്ക് അവരുടെ ജ്ഞാനം കൊണ്ടാണ് തിരുവചനത്തിലെ ഓരോ വാക്യങ്ങളും അളക്കുന്നത്. എന്നാൽ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ഒരു കന്യകയിൽ ജനിച്ചു എന്നുള്ളതും സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നതും ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചിരുന്നു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്, ഇതൊക്കെയും ഭോഷത്വമാണ് എന്ന് പറയുന്ന അനേകരുണ്ട്. അപ്പോൾ ദൈവം അത് മനഃപൂർവ്വമായി ഈ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ഇതൊരു സത്യമാണ്. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനം ആയത് തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഈ ഭോഷത്വത്തെ വിശ്വസിക്കുന്ന, ബലഹീനമായതിനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇന്ന് രാവിലെ ബലഹീനമായ ഭോഷത്വമായതിനെ തിരഞ്ഞെടുപ്പാൻ, അങ്ങനെ വിശ്വാസത്തിൽ വരുവാൻ ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കും.